നമസ്കാരം, മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. മലയാള സിനിമയ്ക്ക് ഒരു അതുല്യ കലാകാരനെ കൂടി നഷ്ടമായിരിക്കുകയാണ്. 56 വയസ്സു മാത്രം പ്രായമുണ്ടായിരുന്ന സലീം കുമാറിന്റെ വിയോഗം സിനിമാ പ്രേമികളെ ഒന്നാകെ ദുഃഖത്തിലാഴ്ത്തിയിരിക്കുകയാണ്. ഇപ്പോഴും ഓർത്തു ചിരിക്കാൻ എത്ര കഥാപാത്രങ്ങളെയാണ് സലീം കുമാർ അവതരിപ്പിച്ചിട്ടുള്ളത്. 3 പതിറ്റാണ്ട് നീണ്ട സിനിമാ ജീവിതത്തിൽ ഹാസ്യത്തിന്റെ മണവാളനായി ജനലക്ഷങ്ങളുടെ മനസ്സിൽ കുടിയേറിയ സലീം കുമാർ ഗൗരവമുള്ള കഥാപാത്രങ്ങളുടെ മികവുകൊണ്ടും സകലരെയും അതിശയിപ്പിക്കുന്നതാണ് കണ്ടത്. തന്റെ അഭിനയ പാടവം കൊണ്ട് ചലച്ചിത്ര പ്രേമികളെ പൊട്ടിച്ചിരിപ്പിക്കാനും പൊട്ടിക്കരയിപ്പിക്കാനും ഒരുപോലെ കഴിഞ്ഞ നടനാണ് അദ്ദേഹം. നിരവധി താരങ്ങളായിരുന്നു അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കാണാൻ ഓടിയെത്തിയത്. സലീം കുമാറിന്റെ തിരക്കുപിടിച്ച സിനിമാ യാത്രകൾക്കിടയിലും അദ്ദേഹത്തിന്റെ ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം തളർന്നു പോയപ്പോഴും ഇപ്പോഴും പിന്തുണയുമായി കൂടെ ഉണ്ടായിരുന്നത് ഭാര്യ സുനിതയായിരുന്നു. എന്നാൽ സെപ്റ്റംബറിൽ 30ാം വിവാഹ വാർഷികം ആഘോഷിക്കാനിരിക്കെയാണ് സുനിതയെ തനിച്ചാക്കി അദ്ദേഹം യാത്രയായതും. 3-4 വർഷത്തെ പ്രണയത്തിനൊടുവിലായിരുന്നു സുനിതയും സലീം കുമാറും വിവാഹിതരാകുന്നത്. ഇഷ്ടമാണ് 100 വട്ടം എന്ന ചിത്രത്തിലൂടെ അദ്ദേഹം വെള്ളിത്തിരയിലേക്കും എത്തി. പിന്നീട് അദ്ദേഹത്തിന് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. തന്റെ ഭാര്യയെക്കുറിച്ച് ഒരിക്കൽ സലീം കുമാർ പറഞ്ഞ കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുകയാണ്. 3-4 വർഷത്തെ പ്രണയത്തിനൊടുവിലായിരുന്നു ഞങ്ങളുടെ വിവാഹം. ഒരുപാട് കത്തുകൾ കൊടുത്തിട്ടുണ്ട്, അതിപ്പോഴും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. എന്റെ ആദ്യത്തെ പ്രണയമായിരുന്നു അവൾ. ഞങ്ങളുടെ പ്രണയം അറിഞ്ഞപ്പോൾ വീട്ടിൽ പ്രശ്നമൊന്നും ഉണ്ടായില്ല. അവൾക്ക് ലോട്ടറിയല്ലേ അടിച്ചത്. പ്രണയിച്ച പെൺകുട്ടിയെ തന്നെ വിവാഹം കഴിക്കാനായത് വലിയൊരു ഭാഗ്യമാണ്. ഓർമ്മകളെ നമ്മൾ ഒന്നും ബാക്കി നിൽക്കുന്നില്ല, നമ്മുടെ കൂടെ കൂട്ടുകയാണ്. അതല്ലേ ഏറ്റവും വലുത്. ഞങ്ങൾ പരിചയപ്പെട്ട ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് പ്രണയം പറയുന്നത്. ഞാൻ പറഞ്ഞപ്പോൾ തന്നെ അവൾ ഓക്കെ പറഞ്ഞു. കാരണം ഞങ്ങൾ അത്രയും മാനസികമായി ഒന്നിച്ചു കഴിഞ്ഞിരുന്നു. അവളില്ലാണ്ട് എനിക്ക് ഒരിടത്തും പോകാൻ പറ്റില്ല. അവളില്ലാതെ എന്റെ ഒരു ദിവസം മുന്നോട്ട് പോകില്ല. എന്റെ ധൈര്യമാണെന്നായിരുന്നു സലീം കുമാറിന്റെ വാക്കുകൾ. ഞാൻ ജീവിതത്തിൽ ചെയ്ത ഏറ്റവും വലിയ ശരിയെന്നായിരുന്നു 28ാം വിവാഹ വാർഷികത്തിൽ കല്യാണ ഫോട്ടോ പങ്കിട്ട് അദ്ദേഹം കുറിച്ചിരുന്നത്. മരണത്തിന്റെ നിഴൽ തന്നെ എപ്പോൾ വേണമെങ്കിലും വിഴുങ്ങാമെന്ന പൂർണ്ണ ബോധ്യമുണ്ടായിരുന്ന ഒരു കലാകാരനായിരുന്നു സലീം കുമാർ. രോഗാവസ്ഥയിലൂടെ കടന്നുപോയപ്പോഴും ചിരിയോടെ ജീവിതത്തെ നേരിട്ട ആളാണ് അദ്ദേഹം. മുൻപ് തന്റെ ജന്മദിനത്തിൽ ഫേസ്ബുക്കിൽ പങ്കുവച്ച ഒരു കുറിപ്പ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ വിയോഗ വാർത്തയ്ക്ക് പിന്നാലെ മലയാളി മനസ്സുകളിൽ നൊമ്പരമായി മാറുകയാണ്. ആയുസ്സിന്റെ സൂര്യൻ പടിഞ്ഞാറോട്ട് ചരിഞ്ഞുവെന്നും തന്റെ വഞ്ചിയിൽ ദ്വാരങ്ങൾ വീണ് തുടങ്ങിയെന്നും അദ്ദേഹം എഴുതിയ വരികൾ ഒരുപക്ഷെ തന്റെ മരണത്തെ അദ്ദേഹം മുൻകൂട്ടി കണ്ടിരുന്നുവോ എന്ന് തോന്നിപ്പിക്കുന്നതായിരുന്നു. സലീം കുമാറിന്റെ ആ വൈകാരികമായ ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെയായിരുന്നു: ജീവിതം എന്ന മഹാസാഗരത്തിൽ ആയുസ് എന്ന വഞ്ചിയിലൂടെയുള്ള എന്റെ യാത്ര 54 കാതങ്ങൾ പിന്നിട്ട് 55ലേക്ക് പ്രവേശിക്കുകയാണ്. ഇത്രയും കാതങ്ങൾ പിന്നിടുന്നതിന് എന്റെ സഹയാത്രികർ എനിക്ക് നൽകിയ സ്നേഹത്തിനും പ്രോത്സാഹനത്തിനും നന്ദി. ആയുസിന്റെ സൂര്യൻ പടിഞ്ഞാറോട്ട് ചരിഞ്ഞു കഴിഞ്ഞു. അസ്തമയം വളരെ അകലെയല്ല. ഈ മഹാസാഗരത്തിൽ എവിടെയോ എനിക്ക് വേണ്ടി ഒരു ചുഴി രൂപാന്തരപ്പെട്ടിരിക്കാം. അതിൽ അകപ്പെടുന്നത് വരെ എനിക്ക് ഈ വഞ്ചിയുമായി യാത്ര തുടർന്നേ പറ്റൂ. എന്റെ വഞ്ചിയിലാണെങ്കിൽ ദ്വാരങ്ങളും വീണു തുടങ്ങി. അതിലൂടെ കയറിയ വെള്ളം കോരിക്കളഞ്ഞ് ഞാൻ യാത്ര തുടരുകയാണ്. എനിക്ക് എത്ര കാലം ഇതിലൂടെ ഇങ്ങനെ തുഴയാൻ പറ്റും എന്ന് എനിക്ക് അറിയില്ല. എന്നാലും ഞാൻ യാത്ര തുടരുകയാണ്. അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും ഉണ്ടാകണം. സ്നേഹപൂർവ്വം നിങ്ങളുടെ സലീം കുമാർ എന്നായിരുന്നു അദ്ദേഹം അന്ന് കുറിച്ചിരുന്നത്. അസുഖബാധിതനായിരിക്കുമ്പോഴും തന്നെ തേടിയെത്തുന്ന മരണത്തെക്കുറിച്ച് സലീം കുമാറിന് കൃത്യമായ ബോധ്യമുണ്ടായിരുന്നുവെന്ന് ഈ വാക്കുകൾ അടിവരയിടുകയാണ്. തനിക്കായി എവിടെയോ ഒരു മരണച്ചുഴി രൂപപ്പെടുന്നുണ്ടെന്ന് തിരിച്ചറിഞ്ഞിട്ടും വഞ്ചിയിൽ വീണ ദ്വാരങ്ങളിലൂടെ അരിച്ചു കയറിയ വെള്ളം കോരിക്കളഞ്ഞ് അദ്ദേഹം തന്റെ ആയുസ്സിന്റെ വഞ്ചി ഒടുവിലത്തെ ശ്വാസം വരെ തുഴഞ്ഞുകൊണ്ടേയിരുന്നു. രോഗത്തിന്റെ വേദനകളെ പോലും തനത് ഹാസ്യരൂപേണയും തത്വചിന്തയോടെയും നോക്കിക്കണ്ട ആ വലിയ കലാകാരൻ തന്റെ വിയോഗം വളരെ ദൂരെയല്ല എന്ന് മുൻകൂട്ടി കണ്ടിരുന്നു എന്നതിന് ഈ ജന്മദിന കുറിപ്പും ഒരു തെളിവ് തന്നെയാണ്. മരണത്തിന് മുൻപിൽ കീഴടങ്ങുന്നതിന് തൊട്ടു മുൻപുള്ള നിമിഷങ്ങളിൽ പോലും അദ്ദേഹം പങ്കുവച്ച ഈ ചിന്തകൾ മലയാളികളുടെ ആ ചിരി സുൽത്താൻ എത്രത്തോളം യാഥാർത്ഥ്യ ബോധത്തോടെയാണ് ജീവിതത്തെയും മരണത്തെയും അഭിമുഖീകരിച്ചത് എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. സലീം കുമാറിനൊപ്പമുള്ള ഓർമ്മകൾ പങ്കിട്ട് ഗായകൻ ജി വേണുഗോപാലും കുറിപ്പ് പങ്കുവച്ചിരുന്നു. എല്ലാവരെയും ചിരിപ്പിക്കുന്ന സലീം ഒരു ദിവസം കണ്ണീരിന്റെ നനവുള്ള സ്വന്തം കഥ പറഞ്ഞപ്പോൾ തന്റെ കണ്ണുകളും നനഞ്ഞുപോയി എന്ന് അദ്ദേഹം പറയുന്നു. ഫേസ്ബുക്കിലൂടെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. സലീം കുമാർ ഇനിയില്ല, എന്നെ തന്നെ വിശ്വസിക്കാൻ ആകുന്നില്ല. മോശമായി വരുന്ന ആരോഗ്യം സലീമിന്റെ സിനിമ അഭിനയത്തിന് ഒരു തടയിട്ടിട്ട് വർഷങ്ങളായിരിക്കുന്നു. എന്നാലും സലീമോ സലീമിന്റെ ചിരിയുടെയോ സ്ഥിര സാന്നിധ്യം ഇല്ലാത്ത ഒരു ട്രോള് പോലും മലയാളികൾക്കില്ല. ഏതാണ്ട് 29 വർഷങ്ങൾക്ക് മുൻപ് ഞാൻ സലീമിനെ ആദ്യമായി പരിചയപ്പെടുമ്പോൾ മിമിക്രിയിൽ നിന്ന് സിനിമയിലേക്കുള്ള സംക്രമണം തുടങ്ങിയിട്ടില്ല.
മമ്മൂട്ടി ഷോ അമേരിക്കയിലും ഇംഗ്ലണ്ടിലും. ഞങ്ങൾ പെട്ടെന്ന് അടുത്തു. എല്ലാവരെയും ചിരിപ്പിക്കുന്ന സലീം ഒരു ദിവസം കണ്ണീരിന്റെ നനവുള്ള സ്വന്തം കഥ എന്നോട് പറഞ്ഞു. എന്റെ കണ്ണുകൾ ഞാൻ അറിയാതെ നിറഞ്ഞുപോയി. സ്വാഭാവികമായിരുന്നു സലീമിന് അഭിനയം. ചിരിയും കരച്ചിലും അത്രത്തോളം ഉള്ളു നിർമ്മലമായ ഒരാൾക്ക് കാണികളെ അവർ പോലും അറിയാതെ ചിരിപ്പിക്കാനും കരയിപ്പിക്കാനുമാകും. പറവൂർ മാല്യാങ്കര കോളേജിന്റെ ഒരു പ്രതിഭാ പുരസ്കാരം ദുബായിൽ. 15 വർഷങ്ങൾക്ക് മുൻപ് രാവിലെ എന്റെ ഹോട്ടൽ മുറിയിൽ ഒരു മുട്ട്. പുറത്തുനിന്ന് സലീം ഉറക്കെ ചിരിച്ചുകൊണ്ട് മുറിക്കുള്ളിൽ വന്നു. വയറ് പൊത്തിപ്പിടിച്ചുകൊണ്ട് തമാശ പറഞ്ഞുകൊണ്ടിരുന്നു. എന്റെ വയറ് വേദനിക്കും വരെ ഞാൻ ചിരിച്ചും കൊണ്ടിരുന്നു. ഞാൻ ചോദിച്ചു, സലീം എന്താ വയറ് പിടിച്ചു ചിരിക്കുന്നത്? വയറ് വേദനയുണ്ടോ? ചേട്ടാ, എന്റെ ഒരു കരള് പോയി, ഇനി സുനിത മാത്രമേ ബാക്കിയുള്ളൂ എന്ന് പറഞ്ഞ് ഉറക്കെ ചിരിച്ച് വയറ് പൊത്തിപ്പിടിച്ച് പുറത്തേക്കിറങ്ങി. അമേരിക്കയിൽ കഠിനമായ പുകവലി നിയന്ത്രണങ്ങൾ ആരംഭിച്ച സമയത്തായിരുന്നു ഞങ്ങളുടെ മമ്മൂട്ടി ഷോ അരങ്ങേറുന്നത്. ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്താലുടൻ സലീം കട്ടിലിന് മുകളിൽ ഒരു കസേര പിടിച്ചിട്ട് അതിൽ കയറി മുറിക്ക് മുകളിൽ സ്ഥാപിച്ചിരിക്കുന്ന സ്മോക്ക് അലാറത്തിനകത്തേക്ക് ടോയ്ലറ്റ് പേപ്പർ ചുരുട്ടിക്കയറ്റും. ചില മുറികളിൽ സ്മോക്ക് അലാറം അടിക്കില്ല, ചിലയിടത്ത് അടിക്കും. ഞങ്ങളുടെ സ്പോൺസർ ഫൈൻ കൊടുക്കുകയും ചെയ്യും. ന്യൂയോർക്കിലെ പ്രശസ്തമായ കോൾട്ടൺ സെന്റർ ആയിരുന്നു ഞങ്ങളുടെ അമേരിക്കൻ പരിപാടികളുടെ കലാശക്കൊട്ട്. അമേരിക്കയിലെ ഞങ്ങളുടെ അവസാന വേദി. പരിപാടിക്ക് തൊട്ടുമുന്നേ അലാറം നീട്ടിയടിച്ചു. നല്ലൊരു തുക സ്പോൺസർ കൊടുക്കുകയും ചെയ്യേണ്ടി വന്നു. സലീം ഉറക്കെ ചിരിച്ചുകൊണ്ട് എന്നോട് പറഞ്ഞു, ചേട്ടാ, ഈ ഫൈനും കൂടിയായപ്പോൾ എന്റെ മൊത്തം പ്രതിഫലത്തുകയിൽ നിന്ന് അധികമായി. ഇനി ഞാൻ സ്പോൺസറിന് നാട്ടിൽ പോയിട്ട് ബാക്കി പൈസ അയച്ചു കൊടുക്കാം. സ്വന്തം നിയമാവലികൾക്കുള്ളിൽ സന്തോഷിച്ച് ജീവിച്ചു. ധൈര്യമായി സ്വന്തം അഭിപ്രായങ്ങൾ തുറന്നു പറഞ്ഞു. ഗൗരവം മുഖമുദ്രയാക്കിയ മലയാളികളെ നിരന്തരം ചിരിപ്പിച്ച സലീം നിന്നെ വല്ലാണ്ട് മിസ് ചെയ്യുമെടാ. 300ഓളം ചിത്രങ്ങളിൽ അഭിനയിച്ച സലീം കുമാർ മികച്ച അഭിനേതാക്കളുടെ നിരയിലെത്തിയത് സംസ്ഥാന ദേശീയ പുരസ്കാരങ്ങളുടെ കൂടി തിളക്കത്തിലാണ്. രാജ്യത്തെ ഏറ്റവും മികച്ച നടനുള്ള പുരസ്കാരം മലയാള സിനിമയ്ക്ക് നേടിത്തന്ന അഭിനേതാക്കളിൽ ഒരാൾ എന്ന ബഹുമതി ഒരിക്കലും വിസ്മരിക്കപ്പെടുന്നതല്ല. 3 പതിറ്റാണ്ട് നീണ്ട സിനിമാ ജീവിതത്തിൽ ഹാസ്യത്തിന്റെ മണവാളനായി ജനലക്ഷങ്ങളുടെ മനസ്സിൽ കുടിയേറിയ സലീം കുമാർ ഗൗരവമുള്ള കഥാപാത്രങ്ങളുടെ മികവ് കൊണ്ടും സകലരെയും അതിശയിപ്പിക്കുന്നതാണ് കണ്ടത്. തന്റെ അഭിനയ പാടവം കൊണ്ട് ചലച്ചിത്ര പ്രേമികളെ പൊട്ടിച്ചിരിപ്പിക്കാനും പൊട്ടിക്കരയിപ്പിക്കാനും ഒരുപോലെ കഴിഞ്ഞ നടനാണ് അദ്ദേഹം. ചിരിക്കൊപ്പം ചിന്തകൾ കൂടി ഉയർത്തിയ അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങൾ മനസ്സിൽ നിന്ന് മായാതെ നിൽക്കുന്നവരാകും ഏറെ പേരും. അദ്ദേഹത്തിന്റെ സ്വതസിദ്ധമായ ശൈലി ആരെയും ആകർഷിക്കുന്നത് തന്നെയായിരുന്നു. You're watching me on metromatney.com. on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.